ഹരേ കൃഷ്ണ. മാധവൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആതിര. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് മണിക്കൂറുകളോളം പൂജാമുറിയിലിരുന്ന് മന്ത്രം ജപിക്കുന്നവരോ അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവരോ ആണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ഭക്തരെന്ന്, അല്ലേ? എന്നാൽ യഥാർത്ഥ ഭക്തി എന്താണെന്ന് തെളിയിക്കുന്ന മനോഹരമായ ഒരു പുരാണ കഥയുണ്ട്. സാക്ഷാൽ നാരദ മഹർഷിയുടെ അഹങ്കാരം മാറ്റാൻ പ്രപഞ്ചനാഥനായ മഹാവിഷ്ണു നടത്തിയ ഒരു അത്ഭുത ലീലയുടെ കഥയാണിത്. ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ് നാരദ മഹർഷി. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ എപ്പോഴും ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ, നാരായണ നാരായണ. എപ്പോഴും ഭഗവത് നാമം ജപിച്ചു നടക്കുന്നത് കൊണ്ട് നാരദ മഹർഷിക്ക് ഉള്ളിൽ ഒരു ചിന്ത തോന്നി. ഈ പ്രപഞ്ചത്തിൽ തന്നേക്കാൾ വലിയൊരു വിഷ്ണു ഭക്തൻ വേറെയില്ല. ഈ അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട് നാരദ മഹർഷി ഒരിക്കൽ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അടുത്തെത്തി. എന്നിട്ട് നാരദ മഹർഷി ഭഗവാനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയോട് ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ വന്നത്. ഈ 14 ലോകങ്ങളിലും അങ്ങയെ ഏറ്റവും സ്നേഹിക്കുന്ന അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ ആരാണ്? തൻ്റെ പേര് കേൾക്കാൻ കാത്തിരുന്ന നാരദ മഹർഷിയെ നോക്കിയിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു. പ്രപഞ്ചനാഥനായ ഭഗവാന് നാരദ മഹർഷിയുടെ ഉള്ളിലെ അഹങ്കാരമെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, നാരദ, നീ വിചാരിക്കുന്നത് പോലെ ഭൂമിയിലെ ഒരു സാധാരണ കർഷകനാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. ഇത് കേട്ട നാരദ മഹർഷി ഞെട്ടിപ്പോയി. രാത്രിയും പകലും ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഞാനല്ലേ? മറിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഭഗവാന്റെ വലിയ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? സത്യാവസ്ഥ നേരിട്ടറിയാൻ നാരദ മഹർഷി ഭൂമിയിലേക്ക് പോയി. അദ്ദേഹം ആ കർഷകന്റെ വീടിനടുത്ത് ഒളിച്ചിരുന്നു. കർഷകനെ നിരീക്ഷിക്കാൻ തുടങ്ങി. നേരം പുലർന്നു. കർഷകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ കൈകൾ കൂപ്പി ഭക്തിയോടെ ഒരൊറ്റ തവണ ഭഗവാനെ വിളിച്ചു. ഹരിനാരായണ, അടിയൻ്റെ ഇന്നത്തെ ദിവസം അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അതിനുശേഷം കർഷകൻ നേരെ തൻ്റെ വയലിലേക്ക് പോയി. നല്ല കഠിനമായ വെയിൽ. അവിടെ മണ്ണ് കിളച്ച്, വിത്ത് വിതച്ച്, പശുക്കൾക്ക് പുല്ല് കൊടുത്ത്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി കഠിനാധ്വാനത്തിൻ്റെ ആ സമയത്തൊന്നും അദ്ദേഹം ദൈവത്തിൻ്റെ നാമം ജപിച്ചതേയില്ല. രാത്രിയായി. കർഷകൻ വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ വീണ്ടും ഒരൊറ്റ തവണ കർഷകൻ ഭഗവാനെ വിളിച്ചു. ഹരിനാരായണ, എല്ലാം അങ്ങയുടെ കൃപ. ദിവസം മുഴുവൻ വെറും 2 തവണ മാത്രം ദൈവനാമം ജപിച്ച കർഷകൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനെന്നോ? നാരദ മഹർഷിക്ക് ദേഷ്യവും വിഷമവും സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വേഗം വൈകുണ്ഠത്തിലെത്തി ഭഗവാനോട് പരാതി പറഞ്ഞു. ഭഗവാനെ, അങ്ങെന്നെ കളിയാക്കുകയാണോ? ആ കർഷകൻ ദിവസം മുഴുവൻ വെറും 2 തവണ മാത്രമേ അങ്ങയുടെ നാമം ജപിച്ചത് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി സമയം അത്രയും അയാൾ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ഓരോ നിമിഷവും അങ്ങയെ സ്മരിക്കുന്നു. എന്നിട്ടും അയാൾ എങ്ങനെ ഭഗവാന്റെ വലിയ ഭക്തനായി? അപ്പോൾ നാരദ മഹർഷിയുടെ ചോദ്യം കേട്ട് ഭഗവാൻ പെട്ടെന്ന് മറുപടി നൽകിയില്ല. പകരം വക്കോളം എണ്ണ നിറഞ്ഞു തുളുമ്പാറായ ഒരു പാത്രം നാരദ മഹർഷിയുടെ കൈകളിൽ കൊടുത്തു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നാരദ, നിന്റെ സംശയത്തിന് ഞാൻ മറുപടി തരാം. അതിനു മുൻപ് എനിക്കൊരു ചെറിയൊരു സഹായം വേണം. ഈ എണ്ണപ്പാത്രവും തലയിൽ വെച്ചിട്ട് നീ ലോകം മുഴുവൻ വലം വെച്ച് വരണം. പക്ഷേ ഒരൊറ്റ നിബന്ധന, ഇതിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും താഴെ പോകരുത്. ഭഗവാന്റെ കൽപ്പനയായതുകൊണ്ട് നാരദ മഹർഷി അത് സ്വീകരിച്ചു. അദ്ദേഹം പാത്രം തലയിലേന്തി യാത്ര തിരിച്ചു. എണ്ണ തുളുമ്പിയാൽ ഭഗവാന്റെ പരീക്ഷണം പരാജയപ്പെടും. അതുകൊണ്ട് തന്നെ നാരദ മഹർഷിയുടെ കണ്ണും മുഴുവൻ ശ്രദ്ധയും ആ പാത്രത്തിലായിരുന്നു. അതീവ ശ്രദ്ധയോടെ കാൽവയ്ക്കുന്നത് നോക്കി ശ്വാസം പോലും അടക്കി പിടിച്ചിട്ട് അദ്ദേഹം ലോകം ചുറ്റി വൈകുണ്ഠത്തിലെത്തി. ഒരിറ്റ എണ്ണ പോലും താഴെ പോയിട്ടില്ല. അപ്പോൾ വിഷ്ണു ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു, വളരെ സന്തോഷം നാരദ. എങ്കിൽ എന്നോടൊരു കാര്യം പറയൂ. നീ എത്ര തവണ എൻ്റെ നാമം ജപിച്ചു? എത്ര തവണ എന്നെ ഓർത്തു? ഇത് കേട്ട് നാരദ മഹർഷി സ്തംഭിച്ചു പോയി. വിഷമത്തോടെ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാനെ, എന്നോട് ക്ഷമിച്ചാലും. എൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണ താഴെ പോകാതിരിക്കാനായിരുന്നു. അത് ഒരു തുള്ളി താഴെ വീണാൽ അങ്ങയുടെ ശാപം കിട്ടുമെന്ന് പേടിച്ചു. അതുകൊണ്ട് ഒരു തവണ പോലും എനിക്ക് അങ്ങയെ ഓർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിഷ്ണു ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു, നാരദ, ഒരൊറ്റ എണ്ണപ്പാത്രത്തിൻ്റെ ഉത്തരവാദിത്വം വന്നപ്പോൾ, ഭയം വന്നപ്പോൾ നീ എന്നെ പൂർണ്ണമായി മറന്നു.
എന്നാൽ ആ കർഷകൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. കുടുംബത്തിൻ്റെ പട്ടിണി, കുട്ടികളുടെ വിദ്യാഭ്യാസം, വയലിലെ കഠിനാധ്വാനം, കടങ്ങൾ, അങ്ങനെ എത്രയോ ജീവിത ഉത്തരവാദിത്തങ്ങളാകുന്ന എണ്ണപാത്രങ്ങളാണ് അദ്ദേഹം തലയിൽ ചുമക്കുന്നത്. ആ പ്രതിസന്ധികൾക്കിടയിലും കടമകളിൽ നിന്നും ഒളിച്ചോടാതെ അയാൾ ദിവസവും 2 തവണയെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവനാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ. ഭഗവാന്റെ ആ വാക്കു കേട്ടതും നാരദ മഹർഷിയുടെ അഹങ്കാരത്തിൻ്റെ കിരീടം അവിടെ ഉടഞ്ഞു വീണു. അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. എത്ര വലിയ സത്യമാണ് ഭഗവാൻ നമുക്ക് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മൾ വിചാരിക്കും മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചാലോ നേർച്ചകൾ നൽകിയാലോ ആണ് ഭഗവാൻ പ്രസാദിക്കൂ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് മാതാപിതാക്കളെ നോക്കുന്നതാകാം, അല്ലെങ്കിൽ ജീവിക്കാനായി ചെയ്യുന്ന ജോലിയോ പഠനമോ ആകാം. അതിൽ നിന്നെല്ലാം ഒളിച്ചോടാതെ ആത്മാർത്ഥതയോടെ ചെയ്യുക. ആ കഠിനാധ്വാനത്തിനിടയിലും മനസ്സുകൊണ്ട് ദൈവത്തെ സ്മരിക്കുക. കാരണം സ്വന്തം കടമകൾ ഭംഗിയായി ചെയ്യുന്നവൻ്റെ കൂടെയാണ് എപ്പോഴും ഈശ്വരൻ ഉണ്ടാവുക. നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ പൂജ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.